ശരി, ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ ഒന്നിടന്ന് ഉറങ്ങാൻ നോക്കും. സമയം എവിടെ? നാളെ ഓഫീസിൽ പോണ്ടല്ലേ? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, Is there everything okay with the mail? Madam. Okay, check it once Excuse me, madam. Hello, Mr. Krishnamurthy. Hello, madam. ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതിനും വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിനും ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാ ഓഫീസിൽ തന്നെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇറ്റ്സ് ഓക്കെ മാഡം. ഗ്രീൻ മാർട്ട് ഷൂട്ട് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്റ്റിൽസ് എടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു പോർഷൻ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആനന്ദിനോട് പറഞ്ഞാൽ മതി. ആനന്ദ്, ഇവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഓക്കെ മാഡം. പിന്നെ ഞങ്ങൾക്ക് ആ മോഡലിനെ ഒന്ന് കാണണമായിരുന്നു. ഓ, നിങ്ങൾ ശ്രീലക്ഷ്മി മാഡത്തെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? വെയിറ്റ്, ഞാനിപ്പോ വിളിച്ചുകൊണ്ടുവരാം. ഗ്രീൻ മേറ്റിൽ ആലയത്ത് മതിയോ? എല്ലാം കറക്റ്റ് പോയി. നിന്റെ ജന്മത്തിന് രവിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ശ്രീലക്ഷ്മി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെ ഇപ്പോഴേ മനസ്സിലാക്കി അതിനെതിരെ പോരാടി വിജയത്തിലെത്തണം. രാജനന്ദനയ്ക്ക് സംഭവിച്ചതും എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളോ? അതെന്താ? ഇപ്പൊ ശ്രീലക്ഷ്മിക്കുണ്ടായ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഡയറി. ഈ ഡയറി വായിച്ചു കഴിയുമ്പോൾ മനസ്സിലുള്ള അവ്യക്തതകൾ എല്ലാം വ്യക്തമായി നിന്റെ മുന്നിൽ തെളിയും. എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടവരെ നിന്നിലൂടെ വേണം കണ്ടെത്താൻ. എന്നിട്ട് അവരുടെ മുഖം മൂടി വലിച്ചു കീറി പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യണം. എൻ്റെ ബന്ധുക്കളോട്, എന്നെ അറിയാവുന്നവരോട്, അതിനെല്ലാം അപ്പുറം എൻ്റെ രവിയോട് സംഭവിച്ച സത്യാവസ്ഥകളെല്ലാം എന്നെ പ്രതിനിധീകരിച്ച് നീ പറയണം. പക്ഷേ അതിലേക്കുള്ള അന്വേഷണങ്ങൾക്കിടയിൽ എന്നെപ്പോലെ നീയും കൊല ചെയ്യപ്പെട്ടേക്കാം. എന്നെ ഇല്ലായ്മ ചെയ്തവർ നിന്റെ പിന്നാലെയും ഉണ്ട് ശ്രീലക്ഷ്മി. വിറക് കൊള്ളിയെ തീ വിഴുങ്ങുന്ന ആവേശത്തിൽ അവർ നിന്നെയും കൊല ചെയ്യും. നിന്റെ മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് നിനക്ക് പോലും നിന്റെ ആത്മാവിന് പോലും അറിയാത്ത വിധത്തിലായിരിക്കും അത് സംഭവിക്കുന്നത്. എന്നെ കൊല്ലാനോ? അതാരേ അവര്? അവർക്കെന്താ അതുകൊണ്ടുള്ള നേട്ടം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ ഇല്ലാതാക്കിയവർ അവരാരാണെന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നുമുള്ള എല്ലാ ചോദ്യങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുന്നു. അതറിയാൻ
അതിനുവേണ്ടി അന്വേഷിക്കാൻ. ശ്രീലക്ഷ്മി ആദ്യം ചെയ്യേണ്ടത് ഹലോ ശ്യാം. യാ but I'm little busy now. If you don't mind, I'll call you later. Okay? Thank you, Shyam. Sorry, ma'am. മാഡം ഫോട്ടോഷൂട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം റെഡിയാണ്. മാഡം വന്ന് മേക്കപ്പ് ചെയ്ത് ഡ്രസ് ചേഞ്ച് ചെയ്താ ലെറ്റ് സ്റ്റാർട്ട് ദ ഷൂട്ട്. ഓക്കെ, ഞാൻ വരാം. പ്ലീസ്. ഇരിക്കും മാഡം, ഇരിക്കും. മാം, ഞാൻ അപ്പുറത്ത് പോയി ഷൂട്ടിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. രേഖ മാഡം നോക്കിയേ, നന്നായിട്ടില്ലേ? വാ നമുക്ക് പോവാം. സിബി, ആ ലൈറ്റ് ഒന്ന് റെഡിയാക്കാം. മാഡം എവിടെ നിന്നാ മതി, ഞാൻ എൻ്റെ മൊബൈലിൽ പോസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ.
അങ്ങനെ തന്നെ നിന്നാ മതി. സാറൊന്ന് മാറിക്കണേ. ഓക്കെ